+2 അക്കൗണ്ടൻസി പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ് ഇല്ലസ്ട്രേഷൻ 5 അത് നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, അഡീഷണൽ ക്യാപിറ്റലുണ്ട്, അതുപോലെ വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റലുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കുട്ടികളെ, അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ 2 പാർട്ട്നേഴ്സ് ഉണ്ട്, ഓപ്പണിംഗ് ക്യാപിറ്റലുണ്ട്, അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. നമുക്ക് ഈ വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ തരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഡ്രോയിങ്സ് അല്ല. വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് തീരുമാനിക്കുകയാണ്, ഇനി ആ ഫേമിൽ ഞങ്ങളുടെ ക്യാപിറ്റൽ ഇത്രയും മതി, അവരങ്ങനെ അത്രയും എമൗണ്ട് അത്രയും ആക്കി നിർത്തുകയാണ് എമൗണ്ട്. അപ്പോൾ അതാണ് വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. നമുക്ക് ഇല്ലസ്ട്രേഷൻ 5 നോക്കാം. 2 പാർട്ട്നേഴ്സ് ദർ ഓപ്പണിംഗ് ക്യാപിറ്റൽസ് ഓൺ April 1. വേറൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ അക്കൗണ്ടിങ് ഇയർ മോഡൽ, അതായത് ഏപ്രിൽ മാർച്ച് ആണോ, അതുപോലെ ജനുവരി ഡിസംബർ ആണോ. ഈ ക്വസ്റ്റ്യനിൽ ഏപ്രിൽ മാർച്ചാണ്. സോ എൻഡ് വിൽ ബി മാർച്ച് 31 ആയിരിക്കും. അതായത് ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്താൽ മാർച്ചിൽ അവസാനിക്കും, ജനുവരി സ്റ്റാർട്ട് ചെയ്താൽ ഡിസംബറിൽ അവസാനിക്കും. പിന്നെ ഓപ്പണിംഗ് ക്യാപിറ്റൽസ് 2 lakh and 3 lakhs. Then additional capital introduced on July 1, amount 50,000 by Saloni. And on October 1, this partner withdraw 30,000 out of capital. Okay, so interest rate 8%. Calculate interest on capital payable to both the partners. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ടെക്സ്റ്റിനെ കുറച്ചും എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. Then as per question, opening capital 2 lakh, interest rate 8%, accounting year April March. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലും അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ രണ്ടിൻ്റെയും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അത് ആഡ് ചെയ്യുക, അതിൽ നിന്നും വിഡ്രോവൽ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുക. അതാണ് നമ്മുടെ മെത്തേഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് നമ്മൾക്ക് 2 lakh രൂപ, 2 lakh ആണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ, സ്ട്രേറ്റ് റേറ്റ് എടുക്കുക 8%, 16,000 കിട്ടി. അഡീഷണൽ ക്യാപിറ്റൽ എമൗണ്ട് 50,000. ഡേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ July 1, 2016. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 50,000 ഇൻറ്റു 9/12 ഇൻറ്റു 8% എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് July 1 കൊണ്ടുവന്നാൽ മാർച്ച് വരെ നോക്കുമ്പോൾ 9 months ഉണ്ട്. സോ 9/12. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ നമ്മൾ ചെയ്യുമ്പോൾ എത്ര മാസം ആ ഒരു വർഷത്തിൽ ആ എമൗണ്ട് ഫേമിലുണ്ടായിരുന്നു, അത് ജൂലൈയിൽ കൊണ്ടുവന്ന് മാർച്ചിൽ ഇവിടെ ഉണ്ടായിരുന്നു. സോ 9 months ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, = 3,000. നെക്സ്റ്റ് സ്റ്റെപ്പ് വിഡ്രോവൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ നിന്ന് മൈനസ് ചെയ്യണം. 30,000 rupees ആണ് വിഡ്രോവൽ എമൗണ്ട്, റേറ്റ് 8%, മന്ത് 6/12 എന്ന് പറഞ്ഞാൽ ഒക്ടോബറിലാണ് നമ്മളുടെ സലോണിൽ നിന്ന് പാർട്ട്ണർ ക്യാപിറ്റലിൽ നിന്ന് എമൗണ്ട് വിഡ്രോൺ ചെയ്യുന്നത്. സോ ഒക്ടോബർ ടു മാർച്ച് എന്ന് പറയുമ്പോൾ 6 months വരും. എമൗണ്ട് 1,200. നമ്മൾ ചെയ്യേണ്ടത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുക, അഡീഷണൽ ആഡ് ചെയ്യുക, മൈനസ് ഏത് ലെസ് ചെയ്യണം, ലെസ് ഇൻട്രസ്റ്റ് ഓൺ വിഡ്രോവൽ 1,200. സോ എമൗണ്ട് 17,800. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ നമുക്ക് ഇതുപോലെയും ആൻസർ ചെയ്യാം.